മോദിയെ ഭരണത്തിലൂടെ അട്ടിമറിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ഇവിടെ നടത്തി. കോൺഗ്രസ് 24 മണിക്കൂർ വോട്ട് ചോരി ഇതാണെന്നൊക്കെ പറഞ്ഞ് ഡീപ് സ്റ്റേറ്റിന്റെ സഹായമൊക്കെ തേടി, പക്ഷെ ഒന്നും നടന്നില്ല. അതുകൊണ്ട് കലാപത്തിലൂടെ ഒരു കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കി ആ കലാപത്തിന്റെ മറവിൽ ഇന്ത്യൻ സർക്കാരിനെയും മോദിയെയും ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ശ്രമം. ആ ശ്രമവും അമ്പേ പാളി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ അൽഫല യൂണിവേഴ്സിറ്റി അടക്കം യോഗിയുടെ ബുൾഡോസർ ഇടിച്ചു നിരത്തുമെന്നാണ് കേൾക്കുന്നത്. തുരങ്കങ്ങൾ, ആശുപത്രി കിടക്കയിൽ അടിയിൽ വരെ തുരങ്കങ്ങൾ എന്നാണ് പറയുന്നത്. അത്രമാത്രം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ പറ്റിയ വലിയ ഗുഹകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അൽഫലായിൽ എന്താണ് കേന്ദ്രം ലക്ഷ്യമിട്ടിരിക്കുന്നത്? നോ പറയേണ്ടടുത്ത് നോ പറയണം എന്നതുപോലെ തന്നെ ഇടിച്ചു തകർക്കപ്പെടേണ്ടത് ഇടിച്ചു തകർക്കപ്പെടുക തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ജനങ്ങൾക്ക്, ഭരണകൂടത്തിനില്ല. നമ്മുടെ ഡിഗ്നിറ്റി ഓഫ് ലൈഫോട് കൂടി ജീവിക്കേണ്ട ഭരണഘടന വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ ഒരു അവകാശം മാത്രമാണ്. അല്ലാതെ ഭീകരവാദികളെയും പേടിച്ചുകൊണ്ടും അവരുടെ വധശ്രമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടും എപ്പോഴും നമുക്ക് കഴിയാൻ പറ്റുകയില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭീകരവാദം നടത്തിയ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു മുസ്ലിം സ്ത്രീ ഉൾപ്പെടെ ആളുകളെ കൊന്ന ഭീകരവാദികൾക്കെതിരെ ഇവിടുത്തെ ഒരു മതപണ്ഡിതനും സംസാരിച്ചിട്ടില്ല. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടേനെ. ഇന്ത്യ ഹൈന്ദവ സംസ്കാരം പേറുന്ന രാജ്യമായതുകൊണ്ട് അവിടെ യാതൊരുവിധ കലാപവും പൊട്ടിപ്പുറപ്പെട്ടില്ല. നമുക്കറിയാം, ബാബറി മസ്ജിദ് എന്ന് പറയുന്ന കാലഹരണപ്പെട്ട ഒരു പള്ളി, നിസ്കാരങ്ങൾ നടക്കാത്ത ഒരു പള്ളി, ആ പള്ളി ശ്രീരാമക്ഷേത്രത്തിന് മുകളിൽ നിർമ്മിച്ചതാണ്. അവിടെയാണ് ഇന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ ധ്വജാരോഹണം നടക്കുന്നത്. ആ ഒരു പള്ളിയുടെ ഒരു സ്ട്രക്ചർ തകർത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബംഗ്ലാദേശിൽ എത്ര ക്ഷേത്രങ്ങളാണ് ഇല്ലായ്മ ചെയ്തത്. പക്ഷേ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾ, ബുദ്ധദേവ ആരാധനാലയങ്ങൾ, പഗോഡകൾ, സിഖ് ക്ഷേത്രങ്ങൾ, ഗുരുദ്വാരകൾ, ക്രിസ്ത്യൻ പള്ളികൾ ഒക്കെ തകർത്ത് കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ അതിനൊരു പ്രതികാരം ഉണ്ടായോ? ഏതെങ്കിലും മസ്ജിദിന് നേരെ ആക്രമണം ഉണ്ടായോ? അതാണ് ഇന്ത്യൻ സംസ്കാരം, അതാണ് ഹിന്ദുത്വം. അതെ, അതുതന്നെയാണ് ഹിന്ദുത്വം. അതാണ് ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ആണിക്കല്ല്. ഇത് മനസ്സിലാക്കാതെ ഈ ഭീകരവാദികൾ ഇന്ത്യ മുഴുവൻ നശിപ്പിക്കാനിരുന്നു. അതിൽ മുസ്ലിങ്ങളും പെടും. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആദ്യത്തേത് ഇന്തോനേഷ്യയാണ്. അവിടെ ബാലിദ്വീപിൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. ഹിന്ദുക്കൾ മാത്രമേ ഉണ്ടായിട്ട് അവരാരെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കിടയ്ക്ക് ജീവിക്കാൻ വയ്യ, ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം തരണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം ഇന്നുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? അവിടുത്തെ മുസ്ലിങ്ങൾ പോലും ശ്രീരാമനെയും സീതയെയും ആരാധിച്ചുകൊണ്ട് അവരുടെ പടങ്ങളുമായിട്ട് ജീവിക്കുന്നു. അവിടെ യാത്ര പോയിട്ടുള്ളവർക്കറിയാം. അല്ലാത്തവർ പോകണം, കണ്ടു പഠിക്കണം. അങ്ങനെ ഐക്യത്തോടു കൂടി അവിടെ ജീവിക്കുന്നു. അല്ല ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണം, ഹിന്ദുക്കളുടെ മഹാഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളുടെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന അലി സഹോദരന്മാരെ പോലെ അവർ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയുകയുമില്ല. ദേശത്തിനോടാണ് കൂറ്, അത് കഴിഞ്ഞേ ഉള്ളൂ ഹിന്ദു മതത്തിനോട്. അതാണ് ഹിന്ദു. ഇവിടെയും അതുതന്നെയാണ്. മതത്തിനോടല്ല അവരുടെ കൂറ്, ഈ രാജ്യത്തിനോടാണ്. ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളോട് സന്ധി ചെയ്യാതെ അവർ സമരം ചെയ്യുകയും ചെയ്യും. അത് അക്രമമാർഗങ്ങളിലൂടെ മാത്രമല്ല സമാധാനത്തിലൂടെയും. ഇവിടെ ഇതേ സമയത്ത് തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അറിയാമല്ലോ. ആ സംഘടനയുടെയാണ് സോളിഡാരിറ്റി എന്ന് പറയുന്ന സംഘടന. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം മൗദൂദിസമാണ്. മൗദൂദിസം എന്ന് പറഞ്ഞാൽ ലോകത്ത് വേറൊരു മതവും വേണ്ട, ഞങ്ങളുടെ മതം മാത്രം മതി എന്നുള്ള പാൻ ഇസ്ലാമിക് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. റാഡിക്കലൈസ് ചെയ്യുക, ഫണ്ടമെൻ്റലിസ്റ്റുകളാക്കുക മുസ്ലിങ്ങളെ, അതാണ് അവരുടെ ലക്ഷ്യം. അവിടെയുള്ള അവാന്തര വിഭാഗങ്ങളെ പോലും അവരുടെ അഹമ്മദീയ വിഭാഗത്തെ പോലും അവർ അംഗീകരിക്കുന്നില്ല. മറ്റു വിഭാഗങ്ങളെല്ലാം ഇതിൻ്റെ ഷിയ വിഭാഗങ്ങളെയും അംഗീകരിക്കുന്നില്ല. അവർ മാത്രം മതി, ആ ഒരു വിഭാഗം മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ ഇന്ത്യൻ ശാഖയെ നമ്മൾ പറയുന്ന ലോകമെങ്ങുമുണ്ട് പറയുന്ന പേരാണ് ജമാഅത്തെ ഇൽ ഹിന്ദ്. അതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള മൗലാന മദനി, അതും മദനി തന്നെയാണ്, മദനയേക്കാൾ വലിയ മദനി പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയിൽ മുസ്ലിമിനെ വൈസ് ചാൻസലർ ആക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എന്തൊരു ഇന്ത്യ! അത് കേട്ട് കുറേ കോൺഗ്രസിൻ്റെ വക്താക്കളും
ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഉദിത് രാജ് എന്ന് പറയുന്ന ആളുമൊക്കെ ശരിയാണ് പറഞ്ഞത്. ഈ കോൺഗ്രസ്സുകാരൻ ഈ ഉദിത് രാജ് അവിടെ നടന്ന ഭീകരാക്രമണത്തെ പറ്റി അപലപിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മോദിയുടെ ഇൻ്റലിജൻസ് പരാജയം എന്നാണ് പറഞ്ഞത്. പറയാൻ അവർ കൊടുത്തതല്ലേ സാർ, കൂടെയുടെ സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തതല്ലേ ഈ 20 ഏക്കർ. എന്നിട്ട് ഇവരെല്ലാം ഇപ്പോൾ ഈ സർവകലാശാല അൽ ഫല സർവകലാശാല ഫരീദാബാദ് അവിടെയാണ് ഇതിൻ്റെ എല്ലാ ആസൂത്രണങ്ങളും നടന്നത്. ഇവിടെയാണ് മനുഷ്യനെ കൊല്ലാനുള്ള വിഷവസ്തുക്കൾ രാസ ആയുധങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അവിടെ ഇറാഖിൽ ഇങ്ങനെ രാസായുധങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അമേരിക്കയുടെ ബുഷിൻ്റെ ഗവൺമെൻറ് അവിടെ പോയി അയാളെ പിടിച്ച് തൂക്കിക്കൊന്നു. അപ്പോൾ ഇവിടെ അവിടെ വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിലാണ് അവിടെ കുട്ടികൾക്ക് പഠിക്കേണ്ട ലബോറട്ടറി ദുരുപയോഗം ചെയ്ത് അവിടെ രാസസ്ഫോടന വസ്തുക്കൾ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയത്. വൈറ്റ് കോളർ ഡോക്ടർമാർ, നല്ല വിദ്യാഭ്യാസം ഇന്ത്യ വിദ്യാഭ്യാസം കൊടുത്ത ആളുകൾ, ഇന്ത്യയുടെ ചോറുണ്ണുന്ന കൂറില്ലാത്ത നാറികൾ അവിടെ നിന്ന് ഈ പരിപാടി ചെയ്തത്. എന്നിട്ട് അപ്പോൾ ഈ വൈസ് ചാൻസലറെ ചോദ്യം ചെയ്യണ്ടേ? നമ്മളിപ്പോൾ കണ്ടില്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുന്നത് ശ്രീകോവിലിൽ നിന്ന് മോഷണം പോയപ്പോൾ. ഹിന്ദുക്കൾക്ക് ആർക്കെങ്കിലും പ്രതിഷേധമുണ്ടോ അതിൽ? അതുപോലെ ഹിന്ദു ആണല്ലോ അദ്ദേഹവും. ഹിന്ദുക്കൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് പോലും ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് നമ്മൾ പറയുന്നുണ്ടോ? ആ നെറികേടാണ് ഈ വൃത്തികെട്ട ഇയാൾ പറയുന്ന ജമാഅത്തെ ഹിന്ദിൻ്റെ നേതാവായിട്ടുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അങ്ങനെയാണ് മൗലാന മദനി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇയാൾ ഒരു വാചകം കൂടെ അടിച്ചിരിക്കുക. ന്യൂയോർക്കിൽ മംദാനി അവിടുത്തെ മേയറായി, ലണ്ടനിൽ ഒരു ഖാൻ മേയറായി. അപ്പോൾ അവർക്കെല്ലാം വർഗീയതയാണ്. എടോ മംദാനി തന്നെ പോലെ അവിടുത്തെ ജനങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ മുസ്ലിം അവിടെ മേയറാവില്ല അമേരിക്കയിൽ, അറിയാമോ? അവിടെ നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടോ? നിങ്ങളുടെ ഭൂരിപക്ഷ പ്രദേശമാണോ ന്യൂയോർക്ക്? നിങ്ങളൊന്ന് ഡെമോഗ്രാഫി ശരിക്കും പഠിച്ചു നോക്ക്. ഭൂരിപക്ഷം അവിടെ ക്രിസ്ത്യാനികളാണ്, അത് കഴിഞ്ഞ് ഹിന്ദുക്കളാണ്, അതും കഴിഞ്ഞ് മുസ്ലിങ്ങൾ വരുന്നുള്ളൂ അവിടെ, അറിയാമോ? അവർ ജയിപ്പിച്ചു വിട്ടു. എന്താണ്? അവർക്ക് മതമല്ല മതമാണ് പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളെപ്പോലല്ല. അവർക്ക് അവരുടെ രാജ്യമാണ് വലുത്, അവർ താമസിക്കുന്ന ഇടം, അവർക്ക് ചോറ് കൊടുക്കുന്ന സ്ഥലം, അതിനോടാണ് അവരുടെ കൂറ്. മനസ്സിലായോ? അതാണ് നിങ്ങൾക്കില്ലാത്ത ക്വാളിഫിക്കേഷൻ. അതുണ്ടാവണമെങ്കിലേ മറ്റൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ശൈലികൾ മുഴുവൻ മാറ്റേണ്ടി വരും. അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കേണ്ട. വാസ്തവത്തിൽ മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറയുന്നത്, ഖുർആനി പറഞ്ഞു എന്ന് പറയുന്നത് ഇതാണ്. അതായത് നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുമ്പോൾ ലോകത്തിലുള്ള മനുഷ്യനെ മുഴുവൻ കൊന്നതിൻ്റെ പാപം നിങ്ങൾ പേറുകയാണ്, ദൈവം നിങ്ങളെ ശിക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഖുർആൻ്റെ ആഹ്വാനമനുസരിച്ച് ജീവിക്കുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ല ഹിന്ദുക്കളാണോ? കുന്തമേ അയാളുടെ പേര് മദനി ഓർക്കാൻ എളുപ്പമുണ്ട്. പേരുച്ചരിക്കേണ്ടത് തന്നെ അത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഉച്ചരിക്കാൻ പാടില്ല, മഹാഭാവമാണ്. അങ്ങനെ ഒരു മനുഷ്യനാണ് ഇവിടെ ഇരുന്ന് പറയുന്നത്. മനസ്സിലായോ? ഖുർആൻ്റെ തത്വസംഹിത അനുസരിച്ച് സമാധാനത്തിൻ്റെ മതമാണെങ്കിൽ ആ സമാധാനം അനുസരിച്ച് ജീവിക്കുന്നത് ഹിന്ദുക്കളാണ് ഇവിടെ. ഈ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും കാവൽക്കാർ ഹിന്ദുക്കളാണ്. നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ടോ? ഇല്ല. മതം മാത്രമാണ് നിങ്ങളുടെ വിശ്വാസം. ജനാധിപത്യം വേണ്ട, ഭരണഘടന വേണ്ട, ശരീഅത്ത് മതി അതിന് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ മേയറായ കാര്യം പറയുന്നുണ്ടോ? അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം ഇരുന്നിട്ടുണ്ടോ? ഇന്ത്യയിൽ ഇരുന്നിട്ടുണ്ട്. പറയാം. ഏറ്റവും കൂടുതൽ ഡോക്ടർ APJ അബ്ദുൽ കലാം 3 തവണയാണ് രാഷ്ട്രപതിയായിട്ടിരുന്നത്. 3 തവണ. അറിയാമോ? താങ്കൾക്കറിയാമോ? ഡോക്ടർ സാക്കിർ ഹുസൈൻ, പണ്ഡിതനായ ഡോക്ടർ സാക്കിർ ഹുസൈൻ, ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നഗരത്തിൻ്റെ മേയറല്ല, ഇന്ത്യയുടെ മുഴുവൻ, ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ. ഇയാൾക്കതൊന്നും ഓർമ്മയില്ല, അതൊന്നും വിവരമില്ലായിരിക്കും. മദ്രസയിൽ പോയി പഠിച്ചാൽ ഇതൊന്നും കിട്ടില്ലടോ. അത് തന്നെയാണ് കാര്യം. പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥയിൽ ഒപ്പ് ചാർത്തി കൊടുത്ത ആൾ. പിന്നെ നജ്മ ഹെപ്തുള്ള രാജ്യസഭ അധ്യക്ഷയായിട്ടിരുന്നിട്ടില്ലേ, BJPയുടെ ആളായിട്ട് തന്നെ ഇരുന്നിട്ടില്ലേ. ആരിഫ് മുഹമ്മദ് ഖാൻ ആരാ? ബീഹാർ ഗവർണർ, മുസ്ലിം അല്ലേ? അത് കേരളത്തിൽ നിന്നുള്ള ഫാത്തിമ ബീവി, ആദ്യമായിട്ടുള്ള വനിതാ ജസ്റ്റിസ് സുപ്രീം കോടതിയിൽ. ഓർമ്മയില്ലേ? ഇയാൾക്ക് ഇതൊന്നും അറിയില്ല. വിവരക്കേടാണ് ഈ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നത്. ഈ ഡോക്ടറായ കൊണ്ട് വിവരം ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ഐഡിയകൾ മറ്റുള്ളവരെ കൊന്നാൽ സ്വർഗത്തിൽ പോകാമെന്നുള്ള അന്ധവിശ്വാസം ഡോക്ടർമാർക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ഡോക്ടറായിട്ടും കാര്യമില്ല. ഇല്ല, അവരുടെ സിലബസിൽ വിവരം പഠിപ്പിക്കുന്നില്ല. അതുതന്നെയാണ് കാര്യം. തന്നെ മദ്രസയിലെ വിദ്യാഭ്യാസം, അതാണ് അവൻ്റെ ഉള്ളിൽ കടന്ന് കത്തുന്നത്. ഇത്രയുള്ള കാര്യം. പിന്നെ കൂടുതൽ നിങ്ങളൊന്നും പറയരുത്. ഈ ഇന്ത്യ മഹാരാജ്യം ഇത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പ്രദേശമാണെന്ന് അഖില ലോക മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പറഞ്ഞതാണ്. നിങ്ങളെക്കാൾ മതപണ്ഡിതനായിട്ടുള്ള അബ്ദുള്ള പറഞ്ഞതാണ്. ഞങ്ങൾക്കത് മതി. അപ്പോൾ അതുകൊണ്ട് ഈ ജാതി സംഭാഷണമൊക്കെ നടത്തരുത്.
ഞങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്നു. അതാണ് സ്ഥിതി. ലോകത്തിൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഒരു ഇടം അത് പണിതുയർത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്ക് തന്നെയാണ്. ഇനി കോൺഗ്രസ്സുകാർക്ക് ഐഡിയയായിട്ട് വരുന്നു. ശരിയാണ്, അവർ പറഞ്ഞതെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ നാണം കെട്ട് വോട്ട് കിട്ടാൻ വേണ്ടി നടക്കുന്ന ഒരു ഇരക്കൽ. ആ വാദത്തിന് ഞാനൊരു ഉത്തരം പറയാം. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് എന്തുകൊണ്ട് നിങ്ങൾ മുഹമ്മദ് അലി ജിന്നയെ പ്രധാനമന്ത്രിയാക്കിയില്ല? ജവഹർലാൽ നെഹ്റുവിനെ തന്നെ ആക്കണമെന്ന് വാശി പിടിച്ചതെന്തിനാ? അതുകൊണ്ടുള്ള രാജ്യം രണ്ടായി പോയതും ഇത്രയധികം പേർ കൊല ചെയ്യപ്പെട്ടതും ഹിന്ദുക്കളും മുസ്ലിമുകളുമായിട്ട്. എന്തുകൊണ്ട് പറ്റുന്നത് ചെയ്തില്ല? മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ഇന്ത്യ രണ്ടാവുന്ന പ്രശ്നമേ ഇല്ല. മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ഒരു മത തീവ്രവാദി അല്ല. അദ്ദേഹം ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുമായിരുന്നില്ല. ഇസ്ലാം ഹറാമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന ആളാണ്. സിഗരറ്റ് വലിച്ചിരുന്നു, അദ്ദേഹം മദ്യം കഴിച്ചിരുന്നു, നിസ്കരിക്കാൻ ഒരിക്കലും പോയിട്ടില്ല, ഒരു പള്ളിയിലും പോയിട്ടില്ല അദ്ദേഹം. മനസ്സിലായോ? എന്തുകൊണ്ട് പിന്നെ അദ്ദേഹം മുസ്ലിം രാജ്യത്തിന് വേണ്ടി ഡയറക്റ്റ് ആക്ഷൻ ചെയ്ത ആളുകളെ കൊല്ലാൻ ആഹ്വാനം ചെയ്തു? കാരണം കോൺഗ്രസിൻ്റെ ചങ്ങാത്തം മുസ്ലിം തീവ്രവാദികളായിട്ടുള്ള അലി സഹോദരന്മാരുമായിട്ടായിരുന്നു. അതിന് പ്രതികാരമായിട്ടാണ് ഞാനിതിന് പകരം വിട്ടുവെന്ന് പറഞ്ഞ് ഇന്ത്യയെ വെട്ടിമുറിച്ചത്. അങ്ങേരെ പിടിച്ച് നിങ്ങൾ പ്രധാനമന്ത്രി പദം തരാമെന്നും പറഞ്ഞ് ഇരുത്തിയായിരുന്നെങ്കിൽ അതിന് വരെ നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവിനെ ആക്കണം. അതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബം മുഴുവൻ ഇന്ത്യയെ കുട്ടിച്ചോറാക്കി മാറ്റി, ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റി. ഇന്ത്യ ഇത്രയും നാണം കെട്ട പിന്നാക്കാവസ്ഥയിൽ അതിൻ്റെ കാരണം ആ ഒരു കുടുംബമാണ്. മനസ്സിലായോ? ആ കോൺഗ്രസ്സുകാരാ നിങ്ങൾ അതിനാദ്യം ഉത്തരം പറയുക. എന്തുകൊണ്ട് നിങ്ങൾ മുഹമ്മദ് അലി ജിന്നയെ നെഹ്റുവിന് പകരം പ്രധാനമന്ത്രിയാക്കിയില്ല? അപ്പം നിങ്ങളാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. ഇന്ത്യയുടെ എല്ലാ കുഴപ്പത്തിനും കാരണം നിങ്ങൾ തന്നെയാണ്. ഒരു സംശയവും വേണ്ട അതിന്. അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും മാത്രം നമ്മളൊരൊറ്റ രാഷ്ട്രമായിട്ട് ലോകത്തിലെ നമ്പർ 1 എന്നേ മാറി.